അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇഷ്ക് റസൂൽ ഫാമിലി എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും അതൊക്കെ രണ്ട് കൈയും നീട്ടി നമ്മളെല്ലാവരും സ്വീകരിക്കാറുമുണ്ട്. ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും റബ്ബ് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഈ ഒരു പ്രയാസം നിറഞ്ഞിട്ടുള്ള ജീവിതം എൻ്റെ ഈ ഒരു ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ സ്വപ്നം കണ്ടതുപോലുള്ളൊരു ജീവിതം എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ശരിയല്ലേ? ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ, ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക്, നമ്മുടെ കുടുംബക്കാരിലേക്ക്, നമ്മുടെ കൂട്ടക്കാരിലേക്ക്, കൂട്ടുകാരിലേക്ക് ഒക്കെ നോക്കാറുണ്ട്. അവരുടെ ജീവിതം തന്നെക്കാൾ എത്രയോ മികച്ചതാണ്, അവരുടെ ജീവിതം എന്നേക്കാൾ എത്രയോ സുന്ദരമായിട്ടാണ് കടന്നു പോകുന്നത്. ഞാൻ അവരെ പോലെ തെറ്റുകളൊന്നും ചെയ്യാത്ത ഒരടിമയാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധിയും നിറഞ്ഞിട്ടുള്ളത് എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത്തരക്കാരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ആഗ്രഹം അത് എത്ര വലുതാണെങ്കിലും, അതേപോലെ തന്നെ എത്രയൊക്കെ കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ മീതുണ്ടെങ്കിലും, ആ കഠിനമായിട്ടുള്ള കരിങ്കല്ല് പോലും ഭാരം നിറഞ്ഞിട്ടുള്ള പ്രയാസമാണെങ്കിലും ആ പ്രയാസത്തെ മറികടഞ്ഞ് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി തുറന്നു തരുന്ന മഹത്തായിട്ടുള്ള ഒരു അമലാണ് ഈ ഇഷ്ക് റസൂൽ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇൻഷാ അള്ളാഹ് ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അമൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വിജയിച്ച് മുന്നേറാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് അതേതാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കണം എന്ന് തോന്നുന്ന നിങ്ങളുടെ കുടുംബക്കാർ, സഹോദരങ്ങൾ, കൂട്ടുകാർ, അയൽവാസികൾ, ഇത്തരക്കാർക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. ഇൻഷാ അള്ളാഹ് ഇനി നമുക്കതിലേക്ക് കടക്കാം. ഒരുപാട് ആളുകൾ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെന്നറിയോ? കടം എന്നുള്ളത്. കടം ഇന്ന് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ 100ൽ 99% ആളുകൾക്കും കടമുണ്ട്. കടം ഇല്ലാത്ത ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മഹാഭാഗ്യവാന്മാരാണ്. ശരിയല്ലേ? ചില ആളുകൾ പറയുന്നത് കേൾക്കാം, ഈ ഒരു ഭൂമിയും അതേപോലെ തന്നെ ഈ ഒരു ജീവിതവും സമ്പത്തും എന്നിൽ നിന്ന് ഓടിപ്പോവുകയാണ്, എൻ്റെ അടുത്തേക്ക് ഇത് വരുന്നത് പോലുമില്ല, എന്നെ കാണുന്നിടത്തോളം ഈ ഒരു സമ്പത്ത് എന്നിൽ നിന്ന് മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സമ്പത്ത് എന്നിൽ ഒന്ന് ഉറച്ചു നിൽക്കാനും അതേപോലെ തന്നെ എൻ്റെ കുടുംബത്തിന് ഒരു താങ്ങായി നിൽക്കാനും ഞാൻ എന്താണ് ചെയ്യുക? ഒരുപാട് സഹോദരങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ 8ഉം 10ഉം മാസമായിട്ട് സൗദിയിലും അതേപോലെ തന്നെ ദുബായിലും മറ്റ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയിട്ട് ജോബൊന്നും ശരിയാകാതെ മനോവിഷമത്തിലായി കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട്, പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകും. പടച്ച തമ്പുരാന് ഇതിൽ നിങ്ങൾക്ക് ക്ഷമിക്കാനൊരു മനസ്സ് തരണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് റബ്ബ് തരും. ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്ന, ആ വ്യക്തിക്ക് എത്രത്തോളം സഹിക്കാൻ കഴിയുന്നു അതിനനുസരിച്ചിട്ടുള്ള പ്രയാസേ റബ്ബ് കൊടുക്കുള്ളൂ. അതുക്കും കൂടുതലൊന്നും റബ്ബ് കൊടുക്കൂല. ഏതൊരു പ്രയാസഘട്ടം വന്നാലും റബ്ബിനോട് നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ മുൻ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. എത്രയൊക്കെ പ്രയാസം വന്നാലും തകരാതിരിക്കുക, തളരാതിരിക്കുക. പടച്ചോനോടുള്ള ആ ഒരു ഈമാന്, വിശ്വാസം നമ്മൾ തട്ടിക്കളയാതിരിക്കുക. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങളും ഇല്ലാതായിക്കോളും. ഇൻഷാ അള്ളാഹ് ഇനി ഏതാണ് ആ ഒരു അമല് എന്ന് കൂടെ നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. പരിശുദ്ധമായില്ല റജബ് മാസവും ഷാബാൻ മാസവും റമദാൻ മാസവും നമ്മുടെ ഈ ഒരു അടുത്തെത്തിയിട്ടില്ലേ? ഈ ഒരു സമയത്ത് ഒരു
അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഈ ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കഴിയുന്ന സമയമെടുത്ത് സാവധാനത്തിൽ ഈ ഒരു അമലിനെ നിങ്ങൾ ചെയ്ത് തീർത്താൽ മതി. മനസ്സറിഞ്ഞ് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ ഈ ഒരു അമലിനെ കുറിച്ച് പറയുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ് ഈ ഒരു അമൽ. കഴിയുന്ന ആളുകളൊക്കെ ഏതൊരു സമയത്തും ചെയ്യാൻ പറ്റും. പക്ഷേ ചൊല്ലുന്ന സമയത്ത്, മറ്റുള്ള ആളുകളോട് സംസാരിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ ആരെങ്കിലും നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ഒക്കെ സംസാരിക്കാനൊക്കെ വരും, ആ ടൈമിലൊന്നും നമ്മൾ തസ്ബീഹ് മാലയൊന്നും കൈ പിടിച്ചിട്ട് ചൊല്ലാതിരിക്കുക. എന്ത് ചെയ്യാം? നമുക്ക് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത്, നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, നിങ്ങളെ റബ്ബും മാത്രം ഉണ്ടായിരിക്കുന്ന ആ ഒരു സമയത്ത് റബ്ബിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞ് പടച്ച റബ്ബിൻ്റെ ആ ഒരു വിശ്വാസം മനസ്സിൽ അടിയുറച്ച് നിയ്യത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതലൊന്നുമില്ല, വളരെ മനസ്സറിഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അക്ഷരശുദ്ധിയോടുകൂടെ മഹറജുകളൊക്കെ കറക്റ്റാക്കിയിട്ട് ഇത് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോടം വരൂല മറ്റൊരു കാര്യവും. റബ്ബിന് ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഇഷ്ടമുള്ള ഒരു ആയത്താണ്. നോക്കിയാലോ? ഇൻഷാ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا ولا تحملنا إسرا كما حملته على الذين من قبلنا ما لا طاقة لنا واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ആമന റസൂല് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അമലാണ്. നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളായിക്കോട്ടെ, പ്രതിസന്ധികളായിക്കോട്ടെ, ജോലിയൊക്കെ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. എന്താ പറയുക, ജോലിയൊക്കെ പോയിട്ട് ഇരിക്കുന്ന ആളുകൾ, കമ്പനിയൊക്കെ പിരിച്ചു വിട്ടിട്ടുള്ള ആളുകൾ, സാമ്പത്തികമായിട്ട് പിരിമുറുക്കം അനുഭവിക്കുന്ന ആളുകൾ, ലക്ഷങ്ങളെ കടമുള്ള ആളുകൾ, ഇവരൊക്കെ എന്ത് ചെയ്യാം? ഈ ഒരു മഹത്തായിട്ടുള്ള ആമന റസൂല് എന്ന് തുടങ്ങുന്ന ഈ ഒരു ആയത്തിനെ 11,000 തവണ നീയത്ത് വെക്കുക. 11,000 തവണ നീയത്ത് വെച്ച് നല്ല മനസ്സോടുകൂടെ ഇത് നിങ്ങൾ ചൊല്ലുക. ഇൻഷാ അല്ലാ വളരെ വേഗത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ആ ഒരു കാര്യം നിങ്ങൾക്ക് സലാമത്തായി കിട്ടും. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒന്നും തീർക്കണ്ട. സാവധാനത്തിൽ നിങ്ങൾക്ക് കഴിയുന്ന സമയമെടുത്തിട്ട് നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഏത് സമയത്താണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുക ആ സമയത്ത് നിങ്ങൾ ഇതിനെ ഏറ്റെടുത്ത് ചൊല്ലുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. നമ്മൾ ഓരോ അമലുകൾ ചെയ്യുമ്പോഴും റബ്ബിനോടുള്ള ആ ഒരു ഇഷ്ടത്തോടുകൂടെ, റബ്ബിനോടുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടെ, പടച്ച തമ്പുരാന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പടച്ച തമ്പുരാന് എൻ്റെ ഈ ഒരു പ്രയാസമൊക്കെ കാണുന്നുണ്ട്, എനിക്ക് ഇത്രയും കടമുള്ളതിൻ്റെ റബ്ബിനറിയില്ലേ, റബ്ബിൻ്റെ ആ ഒരു സവിധത്തിൽ ആ ഒരു സന്നിധിയിൽ എനിക്ക് കടം വീട്ടാൻ ആവശ്യമായിട്ടുള്ള സമ്പത്തുണ്ട്, അതിൽ നിന്ന് ഹൈറായിട്ടുള്ളത് എൻ്റെ റബ്ബ് എനിക്ക് തരണം എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിൻ്റെ മുമ്പിലിരുന്ന് കരയാൻ നിങ്ങൾക്ക് ഓരോ സഹോദരന്മാർക്കും ഓരോ സഹോദരിമാർക്കും ഓരോ പ്രവാസി സുഹൃത്തുക്കൾക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വിജയം മറ്റൊന്നുമില്ല. ആ ഒരു കണ്ണുനീരിൻ്റെ വില അപ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കാണിച്ചു തരും. ഒരു കാര്യം എത്ര ബുദ്ധിമുട്ട് വന്നാലും നിങ്ങളുടെ മനസ്സ് പടപ്പുകൾക്ക് മുമ്പിൽ തുറക്കാതെ പടച്ചോൻ്റെ മുമ്പിൽ തുറക്കുക. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ ഓരോ അമലുകളും ചെയ്യുക. ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു അമലിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഇതിനർഹതപ്പെടുന്നവർ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകൂലേ, നിങ്ങളുടെ കൂട്ടുകാരിലുണ്ടാകൂലേ, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ കാരണം ഒരു നന്മ
ഈ ഒരു മഹത്തായിട്ടുള്ള ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് ലഭിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. നിങ്ങളിത് നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. ഇൻഷാ അള്ളാ. അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.